എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒത്തിരി പച്ചക്കറി കൃഷിയെ പറ്റിയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ അതിൻ്റെ വളപ്രയോഗം, കീടനാശിനി എങ്ങനെ തെളിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പൂച്ചെടിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ അത് പൂക്കാനായിട്ടുള്ള വളപ്രയോഗത്തെ പറ്റിയും ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളുണ്ടല്ലോ പച്ചക്കറി വിത്തുകൾ ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു, അതുപോലെ ഇപ്പോഴും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പൂക്കളുടെ വിത്തുകൾ എനിക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യമുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യണം. അവർക്ക് എൻ്റെ കൈവശമുള്ള വിത്തുകൾ ഞാൻ അയച്ചു തരുന്നതാണ്. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഡാലിയയുടെയും സൺഫ്ലവറിൻ്റെ വിത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണയുള്ള ചെണ്ടുമല്ലി ഉണ്ടല്ലോ, അതിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ 3 വിത്തുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് മാത്രം ഞാനിപ്പോൾ ഇത് തീരുന്നത് വരെ അയച്ചു തരാം. ഇനിയിപ്പോൾ പച്ചക്കറി വിത്തിന് ആഗ്രഹമുള്ളതുപോലെ തന്നെ പൂക്കളുടെ വിത്തിനും എത്രമാത്രം ആഗ്രഹം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് അയച്ചു തരുന്നതാണ്. ആ വിത്തുകൾ കൂടാതെ ഉണ്ടല്ലോ ഈ ഒരു ചെണ്ടുമല്ലിയുടെ വിത്ത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ പൂച്ചെടികൾ പെട്ടെന്ന് തന്നെ എങ്ങനെ പൂക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. നമ്മളെല്ലാവരും ദിവസവും ചായ ഉണ്ടാക്കി കുടിക്കുന്നവരാണ്. പാലൊഴിച്ചിട്ടുള്ള ചായ ആണെങ്കിലും അല്ലാതെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പാലൊഴിച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ടുള്ള ആ ചായലയുടെ വേസ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ നേരിട്ടിട്ട് പച്ചക്കറികളുടെ കടക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെടികളുടെ കടക്കിലോ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഉറുമ്പ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചായലയുടെ വേസ്റ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ നമുക്ക് കമ്പോസ്റ്റ് കുഴിയിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ കമ്പോസ്റ്റ് വളം തയ്യാറാക്കുന്നുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇടാം. ബാക്കി വരുന്ന ഈ ചായല പിണ്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ചെടികൾ പൂക്കുന്നുള്ള വളം തയ്യാറാക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് വേണ്ടത്. അതല്ലാതെ തന്നെ നമ്മൾ അലോവേരയ്ക്ക് ഒരു വളം തയ്യാറാക്കാറുണ്ടായിരുന്നു. നമ്മൾ അലോവേര ചെടി വളരെ പെട്ടെന്ന് എങ്ങനെ വളരാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പഴത്തൊലിയൊക്കെ ഇട്ടിട്ട് ഒരു വളം തയ്യാറാക്കുന്നുണ്ട്. അതായത് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ പഴത്തിൻ്റെ തൊലി കട്ട് ചെയ്തിടും. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കണ സമയത്ത് അത് ഇതുപോലെ ഇരിക്കും. ഈ വളം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ഒത്തിരി വിശദീകരിച്ച് പറയാത്ത. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. ഇത് എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും അലോവേരയ്ക്കും പ്രത്യേകം നല്ലതാണ്. അപ്പോൾ അതിലത്തെ കുറച്ച് വെള്ളം എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ചായലപ്പിണ്ടി ഉണ്ടല്ലോ, അതായത് നമ്മൾ ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞ് ശേഷം ഉണ്ടാവുന്ന ആ വേസ്റ്റ് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് മുട്ടത്തൊണ്ടാണ് വേണ്ടത്. അപ്പോൾ മുട്ടത്തൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് പൊടിച്ചിടാം. പക്ഷേ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടുകയും ചെയ്യും. നമുക്ക് നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വളം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ കടക്കിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി വളം ഇവിടെ റെഡിയായി. ഇത് വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ചായലപ്പിണ്ടിയും അതുപോലെ തന്നെ നമ്മൾ പഴത്തൊലിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ വേസ്റ്റും മുട്ടത്തൊണ്ടൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികളുടെ കടക്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറികളുടെ കടക്കിൽ അലോവേര കടക്കിലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് താഴ്ച വളരും. അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കുകയും ചെയ്യും. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു തക്കാളിയുടെ വീഡിയോ ഇട്ടിരുന്നു. അന്നേരം പാവി മുളപ്പിച്ച് നട്ടിട്ടുള്ള തക്കാളിയാണിത്. ഇത് കണ്ടു, ഇതിൽ പെട്ടെന്ന് തന്നെ പൂവുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഞാൻ വേറൊരു തക്കാളിയുടെ തെയ്യം കാണിച്ചിരുന്നു. അതുമ്പോൾ നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വളം വളരെ നല്ലതാണ്. നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വേഗം പൂക്കും കായ്ക്കൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മളിതുണ്ടല്ലോ പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുക, എല്ലാ തരം പൂച്ചെടികൾക്കും ഉപയോഗിക്കുക. കുറ്റിമുല്ലയ്ക്ക്, റോസിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് ചായലപ്പിണ്ടിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. അത് നമുക്ക് എല്ലാ ചെടികളുടെ കടക്കിലും ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് ഒരു ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. നമുക്ക് ആംസോമിൽ നിന്ന് നല്ല അടിപൊളി ഇതേപോലത്തുള്ള ഗ്ലൗസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ കയറി വാങ്ങാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി.
നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലുണ്ടായിട്ടുള്ള പൂക്കളാണിത്. അവർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസാണ്. നിങ്ങൾക്കിതുപോലെ ഫോട്ടോസോ അല്ലാന്നുണ്ടെങ്കിൽ വിത്തുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അയച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കതൊരു കൂട്ടായ്മയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നന്ദി, നമസ്കാരം.